ഇപ്പോൾ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ഫ്ലെക്സ് പോര് മുറുകുകയാണ്. കരയിലും പുഴയിലുമൊക്കെ മെസ്സിയും റൊണാൾഡോയും നെയ്മാറും ഉൾപ്പെടെയുള്ള താരങ്ങൾ തലയെടുപ്പോടെ നിൽക്കുന്നത് കേരളക്കര കണ്ടിട്ടുണ്ട്. എന്നാൽ ഡാമിന്റെ നടുവിൽ ഫ്ലെക്സ് കണ്ടിട്ടുണ്ടോ? ഇക്കുറി കുളമാവ് ഡാമിന്റെ ഭാഗമായുള്ള തടാകത്തിൽ മെസ്സിയുടെ കട്ടൗട്ട് ഉയർത്തി ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഒരു കൂട്ടം അർജന്റീന ആരാധകർ. ജോയ്മോൻ ജോസിന്റെ റിപ്പോർട്ടിലേക്ക്. ലോകമെങ്ങും ഫുട്ബോൾ ആവേശത്തിലാണ്. കേരളത്തിലാകട്ടെ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആരാധകർ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കാലവും. എങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിൻ്റെ ഫ്ലെക്സ് വ്യത്യസ്തമായി ഉയർത്താമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. മലബാറുകാർ ഒരു പൊടിക്കടങ്ങണം. ഇത്തവണ ഇടുക്കിയിലെ പിള്ളേർ രണ്ടും കൽപ്പിച്ചൊരു ഫ്ലെക്സ് ഉയർത്തിയിട്ടുണ്ട്, അതും ഡാമിൻ്റെ നടുവിൽ. അപ്പോൾ മെസ്സിയുടെ ഫ്ലെക്സ് ഡാമിന് നടുക്ക്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു കട്ടൗട്ട് വെക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇത് വേൾഡ് കപ്പിൻ്റെ തുടങ്ങുന്ന ഫിക്സ് ഇടുന്ന ആ സമയത്ത് തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ഇട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം അടിച്ചത് കട്ടൗട്ട് എന്ന് പറയുമ്പോൾ ചെറുതായിരുന്നു, 8 അടിയായിരുന്നു. അപ്പോൾ അത് അവിടെ അത്ര ലോങ് ആണ്, ഇച്ചിരി നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ടേക്ക്. അതുപോലെ നമുക്കവിടെ വെക്കാനും ഇച്ചിരി പാടാണ്, കാരണം താഴേക്ക് നല്ല ആഴ്ചയുണ്ട്, 10-27 അടി താഴോട്ടുണ്ട്, ചെളിയാണ്. അപ്പം ഇത് കണ്ട് ഞങ്ങൾ ചെറുത് വെച്ച് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് എല്ലാവരും കളിയാക്കി, അയ്യേ ഇത്രയും ചെറുതാണ് വെച്ച്. ആ ഈഗോ പ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇതിലും വലിയ സാധനം ഇവിടെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ മൊത്തം എത്ര ചിലവായി കാണും? ഏകദേശം ഒരു 10,000 അടുത്ത് ചിലവായിട്ടുണ്ടല്ലേ? അപ്പോൾ 2022 നമ്മൾ മെസ്സി എല്ലാം നേടി സമ്പൂർണ്ണമായതാണ്. ഇപ്പോൾ 26 വരും. അപ്പോൾ ഇത്തവണ കിരീടം നിലനിർത്തുമോ? എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കിരീടം ഈ പ്രാവശ്യം നമുക്ക് തന്നെ. രണ്ടാമത്തെ കപ്പ് ഉറപ്പായിട്ടും കാണും മെസ്സിക്ക്. അപ്പോൾ മെസ്സിക്കാണ് ഈ ലോകകപ്പിലുള്ള ഒരുപാട് റെക്കോർഡുകളാണ് മെസ്സിയെ കാത്തിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്നുള്ളത്. ഇപ്പോൾ ഇത്തവണ മെസ്സി ആ നേട്ടം സ്വന്തമാക്കും. തീർച്ചയായിട്ടും എത്തിയിരിക്കും. കഴിഞ്ഞ തവണ ഗോൾഡൻ ബോൾ ബൂട്ട കിട്ടിയതാണ്, ഈ പ്രാവശ്യം കിട്ടേണ്ടതാണ്. കപ്പ് നമ്മൾ വീണ്ടും നിലനിർത്തും, ഉറപ്പാണ് നിലനിർത്തും. അപ്പോൾ മെസ്സി ആരാധകരും അതുകൊണ്ട് അവർക്ക് കട്ട പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ മാതാപിതാക്കൾ കുറച്ച് പേരുണ്ട്. ചേച്ചി, ഇപ്പോൾ പിള്ളേരൊക്കെ മെസ്സിയുടെ ഒരു കട്ടൗട്ട് വെച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു പിന്തുണയൊക്കെ നിങ്ങളുടെ? ഞങ്ങൾ വളരെ സപ്പോർട്ടാണ് പിള്ളേർക്ക്. അപ്പോൾ ഏത് ടീമാണ് ചേച്ചി? ഏത് ടീം ജയിക്കണം ചേച്ചിയുടെ ആഗ്രഹം? ഞങ്ങൾക്ക് അർജന്റീന. ചേച്ചിക്കോ? അർജന്റീന തന്നെ. അപ്പോൾ എല്ലാവരും അർജന്റീന ഫാൻസ് തന്നെയാണ്. അതെ. അപ്പോൾ മെസ്സി ജയിക്കണം അല്ലെങ്കിൽ അർജന്റീന ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രസീലിൽ കുറച്ച് ആരാധകരുണ്ട് ഇവിടെ. എന്തേ നമ്മുടെ പയ്യന് ബ്രസീലിൻ്റെ ആരാധകരുണ്ട്. അപ്പോൾ മെസ്സിയുടെ കട്ടൗട്ട് വന്ന് അപ്പോൾ ചെക്ക് ഡാമിന് നടക്കും. ഇനി നെയ്മറിൻ്റെ ഒരു കട്ടൗട്ട് വരും. അതിന്റെ പുറകെ പൊങ്ങും. അതിന്റെ പുറകെ വരും, നെയ്മറിന്റെ വരും. ലേറ്റസ്റ്റ് വരും. അതാണ് നെയ്മർ. ബ്രസീൽ സുൽത്താൻ ഇപ്പോൾ പരിക്കുകൾക്കൊക്കെ ശേഷം വീണ്ടും ഒരു ലോകകപ്പ് വേദിയിലേക്ക് വരുമല്ലോ. ഈ തവണ കപ്പടിക്കാൻ പോണത് ഞങ്ങൾ നെയ്മറാണല്ലോ, കപ്പ് ഉയർത്താൻ പോണത് നെയ്മറാണല്ലോ. സുൽത്താനെ കപ്പ് ഉയർത്താൻ പോണേ, അത്രേ ഉള്ളൂ. അപ്പോൾ നെയ്മറിൻ്റെ ബ്രസീലിൻ്റെയും ആരാധകരുണ്ട്. അപ്പോൾ അവരും കപ്പടിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഇപ്പം നമുക്ക് ജർമ്മനി ഇത്തവണ വേൾഡ് കപ്പിൽ എങ്ങനെയായിരിക്കും? 5ാമത്തെ കപ്പടിക്കാൻ വേണ്ടി ജർമ്മനി ഉറപ്പ്, വേറൊന്നുമില്ല. അപ്പോൾ ഇത്രയും ബാക്കി അർജന്റീന ആയാലും ബ്രസീൽ ആയാലും 2-3 പേരൊക്കെ നിങ്ങൾ ഒറ്റയാൾപ്പെട്ടാണോ? അതെനിക്കിഷ്ടമാണ്. എൻ്റെ ടീം എൻ്റെ ടീമിന് എനിക്ക് വിശ്വാസമാണ്. 5ാമത്തെ കപ്പ് ഞങ്ങൾ പൊക്കും. അപ്പോൾ വലിയ ആവേശം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ തവണ പുഴയോരത്ത് മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറുടെയൊക്കെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും കണ്ടും ഇത്തവണ ഡാമിലും കണ്ടു. ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ലോകകപ്പിനുള്ളൂ. കിരീടം വീണ്ടും തിരിച്ചു പിടിച്ച് സമ്പൂർണ്ണതയിലേക്ക് ഒരു പടി കൂടി വെക്കാൻ മെസ്സിക്ക് ആകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധക കൂട്ടം. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ സനൽ ലംബച്ചിക്കൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.